ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മമ്മി സാധാരണ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കൈപ്പത്തിരി തേങ്ങാപ്പാൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ബനാന ജാരെ കൈപ്പത്തിരി കേരള का ट्रेडिशनल ब्रेकफास्ट है और कैसे है दिखाएंगे. ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. एक कप राइस फ्लोर लिया है. पैन रखा है. ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം, 1.5 കപ്പ് पानी डाला है. 1 कप राइस फ्लोर के लिए 1.5 कप पानी डाला है. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അതാണ് അതിൻ്റെ റേഷ്യോ. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. पानी डाल के गैस ऑन किया है. 1 टेबल स्पून पंचदार इट കൊടുക്കുക. 1 टेबल स्पून चीनी डाला है. 1 टीस्पून नमक, 1 टीस्पून ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗീ ഡാലുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ അച്ചത്തെ ബോയിൽ ഒന്നേക്കിലേ രखेंगे. വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. पानी अच्छे से बॉईल हो गया. अभी ഫ്ലെയിം കം करना है. നമുക്കിപ്പോൾ ഫ്ലെയിം ഏറ്റവും ചെറിയതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. राइस फ्लोर अच्छे से मिक्स हो गया. अभी थोड़ा ठंडा करने के लिए रखना है. अല്ല തണുക്കാൻ വെക്കണം. നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. थोड़ा टाइम थोड़ा बंद करके रखेंगे. അരിപ്പൊടി നല്ലതായിട്ട് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. राइस फ्लोर थोड़ा ठंडा होने के लिए शुरू किया. अभी नारियल डालना है. कितना चावल पाउडर लिया है उतना ही नारियल लेना है. നമ്മൾ എത്ര അരിപ്പൊടി എടുക്കുന്നതോ അത്രയും തേങ്ങയും എടുക്കുക. എന്നാൽ അതിന് ടേസ്റ്റ് വരുന്നത്. എത്ര അരിപ്പൊടി എടുക്കുന്നോ അത്രയും തന്നെ തേങ്ങ ചിരണ്ടിയതും എടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് കുഴച്ചെടുക്കണം. റൊട്ടി के लिए कैसे आटा बनाता है ऐसे ही दोनों मिला के अच्छे से गूंदना है. തേങ്ങയും അരിപ്പൊടിയും കൂടെ ഒട്ടിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി നല്ലതായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. राइस फ्लोर अच्छा से गूंद के रखा है. अभी इसमें से एक बॉल लेना है. हाथ थोड़ा पानी में डुबा दीजिएगा. നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ബോൾ എടുക്കാം. इसमें से एक बॉल लेना है. दबा दीजिएगा. इसे दबा के शेप करना है. का रोटी रेडी हो गया. देखिए ये बैलेंस से नहीं बनाता है, ये हाथ से बनाता है. ऐसे करके शेप करके बनाता है. ज़्यादा पतला नहीं करता है. 1/2 इंच थिकनेस होगा इसका. ये हाथ से बनाता है बोल के इसका नाम കൈപ്പത്തിരി है. കൈ मतलब हाथ. നമ്മളിത് കൈവച്ച് തന്നെയാണ് പരത്തുന്നത്. അതുകൊണ്ടാണ് നമുക്കിതിനെ കൈപ്പത്തിരി എന്ന് പേരിട്ടത്. പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് थोड़ा घी डालना है. तवा गरम हो गया. നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്ക് അടച്ചു വെക്കാം. फ्लेम पूरा कम करके बनाना है. बंद करके रखा है. 5 मिनट के बाद देखेंगे. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കൈപ്പത്തിരി എങ്ങനെയായെന്ന് നോക്കാം. അभी थोड़ा पलटी करना है. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് അടച്ചു വെക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് നെയ്യ് എടുത്ത് ഒഴിക്കാം. കുറച്ച് നെയ്യ് പരത്തി കൊടുക്കാം. थोड़ा घी इसका ऊपर में लगा के पलटी करेंगे. मीडियम फ्लेमिൽ ഇട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. मीडियम फ्लेम में डाल के हम लोग ये बना रहे. നമുക്ക് ഇത് എടുക്കാം. ये अभी हो गया. निकाल लो. दूसरा डालेंगे. അടുത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. थोड़ा घी डालना है. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. थोड़ा बंद करके मीडियम फ्लेम में डाल के बनाना है. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ എടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് നല്ല തിക്കായിട്ടുള്ള 1ാം പാലാണ്. നമ്മൾ 2ാം പാലൊന്നും ഇതിന് യൂസ് ചെയ്യത്തില്ല. 1ാമത്തെ പാൽ നല്ല തിക്കായിട്ട് അരച്ചെടുത്ത പാൽ വേണം ഇതിന് യൂസ് ചെയ്യാൻ. इसके लिए हम बना रहे कोकोनट मिल्क. एकदम मोटा वाला फर्स्ट वाला दूध चाहिए. एक बड़ा सा नारियल का आधा नारियल निकाल के उसमें 1 कप पानी डाल के अच्छे से पीस करके एकदम मोटा वाला दूध हम लिया है. इसका साथ खाने के लिए ये कॉम्बिनेशन कोकोनट मिल्क और कईपत्री है. इसलिए ये बना के पहले हम रखा है.
ഞാൻ ആദ്യം തന്നെ ഒന്നാം പാൽ നല്ല തിക്കായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. इसका साथ चिकन करी और मटन करी कुर्मा सब बहुत बढ़िया है. നമ്മുടെ ചിക്കൻ കറിയുമായിട്ട് കഴിച്ചാൽ ഇത് ഒത്തിരി ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൈപ്പത്തിരിയും തേങ്ങാപ്പാലുമാണ്. ഈ തേങ്ങാപ്പാലിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയാണ് വെക്കുന്നത്. कोकोनट मिल्क में थोड़ा चीनी डाल के मिला के रखता है. कोकोनट मिल्क डाल के ही हम लोग ये कईपत्री खाता है. दूसरा भी रेडी हो गया. പിന്നെ വിട്ട അപ്പം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് അതും കൂടി എടുക്കാം. കൈപ്പത്തിരി തേങ്ങാപ്പാലും റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് പഴയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കേരള का ट्रेडिशनल डिश है. सब लोग थोड़ा घर में ट्राई करके देखिएगा, अच्छा लगेगा. कोकोनट मिल्क का साथ बढ़िया है, लेकिन इसका साथ चिकन करी और मटन करी एक करी का साथ भी एक बहुत बढ़िया टेस्ट आ जाएगा. एक कैसे आता है हम दिखाएंगे. എങ്ങനെയാണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു അപ്പം എടുത്തിട്ടുണ്ട്. एक पत्तरी लिया है. इसका ऊपर कोकोनट मिल्क डालना है. कोकोनट मिल्क നമുക്ക് തേങ്ങാപ്പാൽ ഇതിൻ്റെ മേലിലോട്ട് ഒഴിക്കണം. इसका ऊपर कोकोनट मिल्क डाल के खाता है. सफिशिएंट डालना है. നല്ലതായിട്ട് നിറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. देखिए ऐसे साइड से अच्छे से खाइए, अच्छा टेस्ट आ जाएगा. മമ്മി ഉണ്ടാക്കി തന്ന അതേ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.